പ്രവാസങ്ങൾ എക്കാലവും അനിവാര്യതകൾ ആവശ്യപ്പെട്ട പ്രതിരോധങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിത പ്രവാസങ്ങളുടെ ചരിത്രരേഖകൾ കൂടിയാണ്. AD 345 മധ്യപൗരസ്ത്യദേശത്തെ ദക്ഷിണ മെസപ്പൊട്ടേമിയയിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളുടെ ഫലസമൃദ്ധിയിൽ അധിവസിച്ചിരുന്ന ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ട പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട 72 കുടുംബങ്ങൾ തങ്ങളിലേൽപ്പിച്ച പ്രേക്ഷിത രക്ഷാകര ദൗത്യവും ശിരസാവഹിച്ച് കിഴക്കുദേശത്തുള്ള ഹിന്ദുവിലേക്കു യാത്ര തിരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ജനിച്ച നാടും വീടും ബന്ധുജനങ്ങളെയുമൊക്കെ എന്നേക്കുമായി ഉപേക്ഷിച്ചുള്ള ഈ വിടവാങ്ങൽ ഒരു ദേശത്തിൻ്റെ തേങ്ങലായി മാറി. പുറപ്പാടിൻ്റെ പുതുചരിത്രമെഴുതിയ ക്നാനായ കുടിയേറ്റത്തിൻ്റെ നാൾവഴികളിലേക്ക് ഒരു മടക്കയാത്ര. വാഴ്വിൻ്റെ വഴികളിലൂടെ. അനുരാഗവല്ലിക്കു ശിശിരകാലം, ആത്മാനുരാഗത്തിൻ രാഹുകാലം, ഭൂതകാലം, ഇഴൽക്കുമിയോളങ്ങളെ നീയാണ് സാക്ഷി. ഇവിടെ ഓർമ്മകൾ ഇതൾക്കൊഴിയുമാശകൾ, ഇവിടെ ഓർമ്മകൾ ഇതൾക്കൊഴിയുമാശകൾ. ഇനിയില്ല സ്വപ്നങ്ങൾ, ഇനിയില്ല സ്വപ്നങ്ങൾ. റാഹേൽ, ഹേ റാഹേൽ, ഇതെന്തൊരു നിൽപ്പാണ് പെണ്ണെ. എന്താ ഇത് റാഹേൽ? നീ ഇങ്ങനെ വിഷമിക്കാതെ. ജോഷുവ, നീ ഹിന്ദുവിലേക്ക് പോകാൻ ഇനി 2 നാൾ മാത്രം. എന്നെ പിരിഞ്ഞു നിനക്ക് പോകാൻ കഴിയുമോ? എനിക്കത് താങ്ങാനുള്ള കരുത്തില്ല ജോഷുവ. റാഹേൽ, അതെ, തിങ്കളാഴ്ച രാവിലെയാണ് യാത്ര. 3 യാനങ്ങളിലാണ് പോകുന്നത്. നിന്നെ പിരിഞ്ഞ് ഈ മെസപ്പൊട്ടേമിയൻ മണ്ണിൽ നിന്നും ഞാൻ എവിടേക്കും പോകില്ല. പക്ഷേ 72 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തത് കാത്തോലിക്കോസ് അല്ലേ? വലിയ തിരുമേനിയുടെ കൽപ്പന നിനക്ക് ലംഘിക്കാനാവുമോ? അത് ദൈവനിഷേധമല്ലേ? നിനക്കും കുടുംബത്തോടൊപ്പം പോയല്ലേ പറ്റൂ. വലിയ തിരുമേനിയുടെ കൽപ്പന ലംഘിക്കാൻ ആവില്ല. പക്ഷേ റാഹേൽ, നീയില്ലാതെ ഞാൻ ഹിന്ദുവിലേക്ക് പോകില്ല. നിന്നെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതവും വേണ്ട. ജോഷുവ, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, നമ്മുടെ വിവാഹം, നമ്മുടെ കൊച്ചു കുടുംബം ഒന്നും നടക്കില്ല. ഇനിയുള്ള ജീവിതം എല്ലാം നമ്മളിനി കാണില്ല, ഒരിക്കലും കാണില്ല. റാഹേൽ, നിൽക്കൂ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഇന്ന് രാവിലെ എന്റെ കൂട്ടുകാരല്ലേ ഏസാവ്, ഞങ്ങൾ 2 ചേർന്ന് കീനായി ദേശം വരെ പോയിരുന്നു. അവിടെയുള്ള തോമാ മുതലാളിയുടെ നേതൃത്വത്തിലാണ് ഹിന്ദുവിലേക്കുള്ള യാത്ര. 3 കപ്പലുകളും അദ്ദേഹത്തിന് സ്വന്തമാണ്. അതുകൊണ്ട് എന്ത് കാര്യം? എനിക്കൊന്നും കേൾക്കണ്ട. തോമാദ്ദേഹം വളരെ നല്ല മനുഷ്യസ്നേഹിയാണ്. പിന്നെ ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അയ്യോ, എന്തിന്? അതിനി 2 നാൾ മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് കിനായിലെ തോമ എന്ത് പറഞ്ഞു? നീ സമാധാനത്തോടെ ഇരിക്ക്. അബ്രഹാത്തിന്റെ ദൈവം നമുക്ക് തുണയാവും. ഞാൻ എന്റെ അബ്ബായോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാം. ദൈവം
തുണയ്ക്കാതിരിക്കില്ല അല്ലേ? എനിക്കൊരു പ്രതീക്ഷയുമില്ല. നമ്മളിനി കാണില്ല അല്ലേ? നിൽക്കൂ റാഹേൽ, ഒന്ന് കേൾക്കൂ. ഛേ, സാറ, എന്താ ഇത്? നിനക്ക് എന്തു പറ്റി? മുഖത്തൊരു വിഷാദം. ഏയ്, എനിക്കൊന്നുമില്ല. അങ്ങേക്ക് വെറുതെ തോന്നിയതാവും. ആ പിന്നെ അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. മോളെ റാഹേൽ, എന്താ മോളെ, നിനക്കെന്തു പറ്റി? അതെ, നമ്മുടെ കടവിൽ പലവ്യഞ്ജനം വിൽക്കുന്ന അങ്ങേരുടെ മൂത്ത മോനുണ്ടല്ലോ, ജോഷുവ. ആ ആ ആ നമ്മുടെ സാമുവേലിന്റെ മോൻ. ഓഹോ, എന്തു ചെയ്യാനാ, ആ കടയും പൂട്ടിയല്ലോ. സാമുവേലും കുടുംബവും തോമായുടെ കൂടെ ഹിന്ദുവിലേക്ക് പോവുകയാ. നമ്മുടെ 72 വീട്ടുകാരുണ്ട്. ഉറാഹായിലെ യൂസഫ് തിരുമേനിയും പോകുന്നുണ്ടത്രേ. ഹിന്ദുവിൽ പോയാൽ ഇനി അവർ ഒരിക്കലും മടങ്ങി വരില്ല അല്ലേ? ഹോ, ഒന്നിനി കാണാൻ പോലും പറ്റില്ലല്ലോ. തിങ്കളാഴ്ച രാവിലെ ബസ്രയ്ക്ക് പോകണം അവരെയൊക്കെ യാത്ര അയക്കാൻ. ബസ്ര തുറമുഖത്ത് 3 കപ്പലുകൾ തയ്യാറാണ്. കനായി തോമ വലിയ വ്യാപാരിയാണ്, വലിയ ധനികനുമാണ്. കാതോലിക്കോസിന്റെ കൽപ്പനയല്ലേ? ഹിന്ദുദേശത്തെ സത്യക്രിസ്ത്യാനികളുടെ സഹായത്തിനാണ്. പോയല്ലേ പറ്റൂ. ഓ ഒടേ തമ്പുരാനെ, ജനിച്ച നാട് വിട്ടൊരു പോക്ക് എനിക്കാണേൽ ഓർക്കാൻ കൂടി വയ്യ. ഓ, നമ്മൾ ഇനിയുള്ള കാലം പൂർവികനായ ദാവീദ് രാജാവിന്റെ ഈ സ്വന്തം മണ്ണിൽ യൂഫ്രട്ടീസ് നദിയുടെ കാറ്റുമേറ്റ് കഴിഞ്ഞുകൂടും, അല്ലേ സാറാ? അതെ, നമ്മുടെ റാഹേലിന് ജോഷുവായുമായി ഒരടുപ്പമുണ്ട്. കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയ ഇഷ്ടമാണ്. അവർ ഹിന്ദുദേശത്തേക്ക് പോകുന്നു എന്നറിഞ്ഞതു മുതൽ അവൾ ഒരേ ഒരു ഇരിപ്പാണ്. ഒന്നും കഴിക്കുന്നുമില്ല, പറയുന്നുമില്ല. നമ്മുടെ മോൾ. ആ, നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാം. നീ അവളെ ഇങ്ങോട്ട് വിളിക്ക്. മോളെ റാഹേൽ, റാഹേൽ. അബ്ബാ, അബ്ബാ. ദാവീദേ, ദാവീദ്. ആരാണത്? ആ, വന്ദനം വന്ദനം. അങ്ങൊന്ന്. ദൈവ തിരുനാമത്തിന് മഹത്വം. എപ്പോഴും എന്നേക്കും. അങ്ങൊന്ന് ഞങ്ങളുടെ ഈ കൊച്ചു ഭവനത്തിലേക്ക് വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യം. ദാവീദേ, ഞാൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. മാസങ്ങൾ എടുക്കും ഹിന്ദുദേശത്തെത്തിച്ചേരാൻ. ഇനി 2 ദിനങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. യാത്രയ്ക്കുള്ള സാധനങ്ങളെല്ലാം കപ്പലിൽ ദാ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉറാഹയിലെ യൂസഫ് ബത്രാച്ചനും നമ്മുടെ ഷെമ്മാശന്മാരും ഒക്കെ കൂടെ വരുന്നുണ്ടല്ലയോ? അതെ അതെ, എല്ലാം ദൈവഹിതമല്ലേ. ഈ വിനീതദാസൻ അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നു, അത്രമാത്രം. സാമുവൽ പോകുന്നതിലുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? ഒരുവിധം.
സ്വന്തം നാടും വീടും ബന്ധുക്കളെയും ഒക്കെ വിട്ടു പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകുമോ ദാവീദേ? ഹിന്ദുദേശത്ത് സത്യക്രിസ്ത്യാനികൾ പട്ടക്കാരില്ലാതെ വിഷമിക്കുകയല്ലേ? അവരെ നമുക്ക് സഹായിക്കണ്ടേ? കാത്തോലിക്കോസിന്റെ കൽപ്പനയാണ്, നമ്മൾ അനുസരിക്കണ്ടേ? ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആ ഏതായാലും നിന്ന് സമയം കളയാനില്ല. ദാവീദേ, നിങ്ങളോടൊരാവശ്യം പറയാനാണ് ഞാൻ ഇവിടം വരെ വന്നത്. അങ്ങൊന്ന് കൽപ്പിച്ചാലും. ഈ സാമുവലിന്റെ മൂത്ത മകൻ ജോഷുവായ്ക്ക് റാഹേലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവർ തമ്മിൽ ഏറെ കാലമായി ഇഷ്ടത്തിലാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവിവേകമാണെങ്കിൽ അങ്ങ് പൊറുക്കണം. ആണും പെണ്ണുമായി ഞങ്ങൾക്കാകെയുള്ളത് അവൾ മാത്രമാണ്. ജോഷുവയെ വിവാഹം കഴിച്ചാൽ റാഫേൽ ഹിന്ദുവിലേക്ക് പോകേണ്ടി വരില്ലേ? പിന്നെ ഞങ്ങൾക്കാരാണുള്ളത് അങ്ങുന്നേ? അവിടുന്ന് മാപ്പാക്കണം. ഹിന്ദുവിലേക്ക് പോയാൽ ഞങ്ങളുടെ മോളെ ഇനിയൊന്ന് കാണാൻ കൂടി കഴിയില്ലല്ലോ അങ്ങുന്നേ. റാഹേൽ ഇല്ലാതെ ജോഷുവ ഞങ്ങൾക്കൊപ്പം വരില്ല ദാവീദേ. കാത്തോലിക്കോസിന്റെ കൽപ്പന ലംഘിക്കാൻ എനിക്കാവില്ലല്ലോ എൻ്റെ തമ്പുരാനെ. ദാവീദും സാറായും ഒന്ന് മനസ്സിലാക്കണം. എന്നായാലും റാഹേൽ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവളല്ലേ? ദൈവഹിതം അതാണെങ്കിൽ നമ്മൾ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? ആ നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോടെ അവരുടെ വിവാഹം അങ്ങ് ആഘോഷപൂർവ്വം നടത്തും. ഇനിയുള്ള കാലം അവർ സന്തോഷത്തോടെ കഴിയട്ടെ. ദൈവത്തിന്റെ പദ്ധതി അതാണെങ്കിൽ നമ്മൾ അതിനെതിരെ നിൽക്കണോ? നമുക്ക് തമ്പുരാനുണ്ടാവും കൂട്ടിന്. ദൈവഹിതം നിറവേറട്ടെ. സർവശക്തനായ തമ്പുരാന് സ്തോത്രവും സ്തുതിയും. വിവാഹത്തിനു വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചിലവുകളുമൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. വലിയ തിരുമേനിയെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ധരിപ്പിക്കട്ടെ. ഞായറാഴ്ച തന്നെ വിവാഹം നടക്കണം. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാം ഭംഗിയായി നടക്കും. ആ എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
не смыка. Хава, надила, надила, не смыка. Хава, мирандина, хава, мирандина, не смыка. Хава, мирандина, не смыка. Урвахим, урвахим велев самех, урвахим велев самех, урвахim велев самех, урвахim велев самех, урвахim, урвахim. Shalom Aleichem, Evenu Shalom Aleichem, Evenu Shalom Aleichem, Evenu Shalom, Shalom, Shalom Aleichem, Evenu Shalom Aleichem, Evenu Shalom Aleichem, Evenu Shalom Aleichem, Evenu Shalom, Shalom, Shalom Aleichem.